കറുപ്പ് സിനിമയുടെ അനാലിസിസ് വീഡിയോ ആണ്. അതുകൊണ്ട് സ്പോയിലേഴ്സ് ഉണ്ടായിരിക്കും. നിരാശയിലും നിസ്സഹായ അവസ്ഥയിലും ഇരിക്കുന്ന മനുഷ്യനെ സംരക്ഷിക്കുന്ന, അവരെ രക്ഷിക്കുന്ന ഒരു അദൃശ്യ ശക്തി. ഇതിനെയാണ് നമുക്ക് പൊതുവേ ദൈവം എന്ന് പറയാൻ പറ്റുന്നത്. കോടതി വരാന്തയിൽ കുടുങ്ങിക്കിടക്കുന്ന മനുഷ്യരെ രക്ഷിക്കാൻ വേണ്ടി വരുന്ന ദൈവം. ഇതാണ് കറുപ്പെന്ന് പറഞ്ഞ മൂവിയുടെ ഒരു കോർ കോൺസെപ്റ്റ്. എനിക്ക് ആ മൂവിയിൽ വർക്കായ കാര്യങ്ങൾ ആദ്യം പറയാം. അതായത് ഒന്ന്, ഈ ഒരു കോൺസെപ്റ്റ് തന്നെ ഒരു വളരെ രസകരമായിട്ട് എനിക്ക് തോന്നി. അതായത് ഇങ്ങനൊരു വിഷയം, അതായത് നമ്മുടെ ജുഡീഷ്യറിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു സിറ്റുവേഷനിൽ ഇങ്ങനൊരാളെ കൊണ്ടുവരിക എന്നൊരു ദൈവം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് കൊണ്ടുവരിക എന്നുള്ളത് അതൊരു നല്ലൊരു ഐഡിയ ആയിട്ട് തോന്നി. സ്പൂഫ് സീക്വൻസുകൾ, പല സിനിമകളുടെയും സ്പൂഫ് എലമെൻറ്റുകൾ ഈ സിനിമയിൽ നല്ല രീതിയിൽ അവർ ഉപയോഗിച്ചിട്ടുണ്ട്. അത് നല്ല വർക്കായിട്ട് തോന്നി. പിന്നെ എനിക്ക് നല്ലതെന്ന് തോന്നിയത് ഇന്ദ്രൻസിൻ്റെയും സൂര്യയുടെയും പെർഫോമൻസസ് ആണ്. വളരെ ടച്ചിങ് ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു ഇവരുടെ രണ്ടുപേരുടെയും. എനിക്ക് സിനിമ വർക്കാവാതെ പോയ കാര്യങ്ങൾ, ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇമോഷൻ സീക്വൻസും ഇതിൻ്റെ ഹ്യൂമറും ഇതിൻ്റെ സ്പൂഫ് എലമെൻറ്റും കൂടെ മാച്ച് ആവാതെ പോയി. അതായത് ഒരു സിനിമ ഒന്നെങ്കിൽ നമുക്ക് ഇമോഷൻ, സിറ്റുവേഷൻ, ഹ്യൂമർ അങ്ങനെ നമുക്കെടുത്താൽ നമുക്കതൊരു കണക്ഷൻ വരും. അല്ലെങ്കിൽ മൊത്തത്തിൽ സ്പൂഫ്, അല്ലെങ്കിൽ എല്ലാം കോമഡി. അതായത് സീരിയസ് ആയിട്ടൊരു സിറ്റുവേഷൻ വരുമ്പോൾ അതിനെ ഹ്യൂമറായിട്ട് കാണിച്ചാൽ അതും ഒരു മൂഡിൽ നമുക്കെടുക്കാം. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സീരിയസ് ആയിട്ട് ഒരു സിറ്റുവേഷൻ കണ്ട് വന്ന് അതിനകത്ത് ഇടയ്ക്ക് പെട്ടെന്ന് സ്പൂഫ് വരുന്നു, പിന്നെയും സീരിയസ് ആയിട്ടുള്ള എലമെൻറ്റ് വരുന്നു, പിന്നെയും സ്പൂഫ് വരുന്നു, പിന്നെയും ഇല്ലോജിക്കലായിട്ടുള്ള കാര്യങ്ങൾ വരുന്നു. അങ്ങനെ മൊത്തത്തിലൊരു അവിയൽ പരുവമായ പോലെയാണ് തോന്നിയത്. അതായത് എല്ലാ ഓഡിയൻസിനെയും ഹാപ്പി ആക്കാൻ വേണ്ടി മിക്സ് ആൻഡ് മാച്ച് പോലെ എടുത്ത പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഒന്നിലോട്ട് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ അവർക്ക് പറ്റിയിട്ടില്ല അതിൻ്റെ മേക്കർക്ക്. ഈ ഒരു കൺഫ്യൂഷൻ ത്രൂ ഔട്ട് ദ സിനിമയിലുണ്ടായിരുന്നു. നമുക്ക് തന്നെ കൺഫ്യൂഷൻ വരും. ഒരു ഇമോഷൻ സീക്വൻസ് കഴിഞ്ഞ് നമ്മൾ അതിനകത്തിട്ട് ഇന്നാകുമ്പോൾ അവിടെ തന്നെ അടുത്ത സ്പൂഫോ അല്ലെങ്കിൽ അടുത്തൊരു കോമഡി സാധനം വരും. അപ്പം ഒരു സംഭവത്തിലോട്ട് തന്നെ അവർ സ്റ്റിക്ക് ഓൺ ചെയ്യുമായിരുന്നു. ഇത് കുറച്ചും കൂടെ വർക്കാവുമെന്ന് എനിക്ക് തോന്നി. പിന്നെ എനിക്ക് ഇതിനകത്ത് വർക്കാതെ പോയത് ഇതിനകത്തെ ചില പാട്ടുകൾ എനിക്ക് പേഴ്സണലി അത്ര കണക്റ്റ് ആയില്ല. പിന്നെ ചില ക്യാമറ ലൈറ്റിംഗ്, ആ ദൈവം എന്ന് പറഞ്ഞ കോൺസെപ്റ്റും അതിൻ്റെ അതിനകത്ത് നടക്കുന്ന ചില സീക്വൻസും കാണിക്കാൻ വേണ്ടി ഒരു പ്രത്യേകതരം ലൈറ്റിംഗ് യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി അത് കണ്ണിനത്ര ഒരു സുഖകരമായിട്ട് തോന്നിയില്ല. ഇതൊക്കെയാണ് എനിക്ക് എൻ്റെ പേഴ്സണൽ അനാലിസിസ് ഈ മൂവിയെ പറ്റിയുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് വഴി അറിയിക്കുമല്ലോ. താങ്ക് യു.